ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സ്ട്രിംഗ് ഇൻക്ലൂഡ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. സ്ട്രിംഗ് ഇൻക്ലൂഡ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്ട്രിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. അതായത് നമ്മളൊരു പ്രത്യേക വേർഡ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ വേർഡ് നമ്മൾ ആ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രിംഗ് ഇൻക്ലൂഡ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കേസ് സെൻസിറ്റീവ് മെത്തേഡാണ്. അതായത് വലിയ അക്ഷരമോ ചെറിയ അക്ഷരമോ നമ്മൾ കറക്റ്റായി ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടൂ. പിന്നെ ഇത് ആൻസറായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്തു വരുന്നത് ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ വാല്യൂ ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് രണ്ട് ഔട്ട്പുട്ട് മാത്രം അല്ലെങ്കിൽ രണ്ട് വാല്യൂ റിട്ടേൺ ചെയ്ത് വരുന്നതിന്, രണ്ടിലേതെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ബൂളിയൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ട്രിംഗ് ഇൻക്ലൂഡ് എന്ന മെത്തേഡ് നമുക്ക് ബൂളിയൻ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാരാമീറ്ററായിട്ട് നമ്മൾ, അതായത് ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പാരാമീറ്ററായിട്ട് നമ്മൾ രണ്ട് വാല്യൂ ആണ് കൊടുക്കുന്നത്. ഒന്നാമത്തേത് നമ്മൾ സെർച്ച് വാല്യൂ, ഏത് വാല്യൂ ആണോ നമുക്ക് സെർച്ച് ചെയ്തെടുക്കേണ്ടത് അതും, അതേപോലെ തന്നെ രണ്ടാമത് സ്റ്റാർട്ട്, എവിടെ നിന്ന് തൊട്ടിട്ടാണ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ വാല്യൂസ് സെർച്ച് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പൊസിഷനും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇൻക്ലൂഡ് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തത് ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം പുതിയതായിട്ടൊരു ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന ഒരു വേർഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വേർഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ലെറ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്നൊരു ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താണോ നമുക്ക് വേർഡായിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെൽക്കം ടു JS എന്ന് വേർഡ് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എന്താണോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് നമ്മൾ ഏതാണോ കൊടുത്ത ആ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ദ ഗിവൺ സ്ട്രിംഗ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മൾ ഏത് വേരിയബിളിലാണോ ഈ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കണേ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു ലൈന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ BR എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബ്രേക്ക്. അപ്പോൾ ഞാനിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് നേരിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റ് എന്ന ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് HTML കോഡ് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, BR എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് പുതിയൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് റിസൾട്ട് വരാൻ വേണ്ടിയാണ് ഇവിടെ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഞാൻ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് STR, നമ്മൾ മുകളിൽ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ പേരാണ് STR. എന്നിട്ട് ഇവിടെ നിന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇൻക്ലൂഡ്സ്. അതിൽ ഇൻക്ലൂഡ് ആണോ ഏത് ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ ഏതാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വന്ന് TO എന്നുള്ളത് ഞാൻ വലിയ അക്ഷരത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ ആൻസർ നമുക്കിവിടെ ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ആൻസർ പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ദ റിസൾട്ട് എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. റിസൾട്ട് എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഏതാണോ കൊടുത്തത് ആ വാല്യൂ നമുക്കിവിടെ വന്ന് ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അതിൻ്റെ പേര് നമുക്ക്, അതായത് റിസൾട്ട് നമുക്ക് ആൻസർ കിട്ടേണ്ട റിസൾട്ടാണ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് സേവ് ചെയ്തു. ഇത് ഞാൻ ആൾറെഡി റണ്ണ് ചെയ്യിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോമാണ്. അത് ഞാനിവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു പേജായിരിക്കും വരിക. നമ്മൾ ആൾറെഡി ഇവിടെ ചേർത്ത് കൊടുത്തതാണ്. അത് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാൾസ് ആണ്. കാരണം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് T അതിനുശേഷം O എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് എററാണ് വരുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്കിതിൻ്റെ T എന്നുള്ളതൊന്ന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്ന് T എന്നുള്ളത് നമുക്കൊന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സേവ് ചെയ്തു. ഇനി റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ വന്നിത്
ഫാൾസ് തന്നെയായിരിക്കും നമുക്ക് ആൻസർ വരിക. കാരണം 2 എന്നുള്ളൊരു വേർഡും നമുക്കവിടെ വരുന്നില്ല. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിൽ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ പൊസിഷനിൽ, അതായത് ഉള്ളിലുള്ളൊരു വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ JS എന്നൊരു വേർഡുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ട്രൂ ആയിരിക്കും കിട്ടുക. കാരണം നമ്മൾ ആ കൊടുത്ത വേർഡ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.